കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. നമുക്ക് വളരെ എളുപ്പത്തിന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ചെണ്ണ, കൊത്തുമല്ലി, തൊണ്ടമുളക്, പിന്നെ സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ചെറിയ ഉള്ളിയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതിലോട്ട് നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. കുറച്ച് കടു, 1/2 ടീസ്പൂൺ കടു, കുറച്ച് കറിവേപ്പില. നമുക്കിനി കടു പൊട്ടിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുമേ. നമുക്ക് വളരെ എളുപ്പത്തിന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എരിവില്ലാത്തത് കൊണ്ട് നമ്മൾ തൊണ്ടമുളകല്ലേ ഇരുന്നത്, അത് ചതച്ചല്ലേ ഇരുന്നത്, അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാവത്തില്ല. നമ്മളിതാണ് ചതച്ച് വച്ചിരിക്കുന്നത്. ഇതിനെ അതിലോട്ട് ഈ പച്ച കൊത്തുമല്ലിയുടെ പച്ച കളറാണ് കൂടുതലും കാണുന്നത്. ഇതൊന്ന് നല്ല രീതിയിൽ ചൂടാവണം. പച്ചമണം മാറി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പുളി, ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിനും പുളി എടുത്തിട്ടുണ്ട്. വലിയ നെല്ലിക്ക വലിപ്പത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടണം. മഞ്ഞൾപ്പൊടിയുടെ മണമാണ്. അതിൻ്റെ ഉപ്പ്. ഇനി ഇത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. കുറച്ചുകൂടെ ഉപ്പിടണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം.